നമ്മളെ തപാൽ വോട്ടുകൾ ആദ്യമായിട്ട് എണ്ണുമ്പോൾ KKPP 123 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കണേ. 2, 5, 6 FK തപാൽ വോട്ട് കൂടി. ജാഷ്മി പറഞ്ഞ പോലെ തപാൽ വോട്ട് കൂടിയിരിക്കണേ. പ്രിയ പ്രേക്ഷകരെ, സരുടെ എന്താ അഭിപ്രായം? ഒക്കെ തപാൽ വോട്ട് കൂടുക മാത്രമല്ല, ഇപ്പൊ നിലവില് അവരുടെ പോൾ അവർ ഉയർത്തുകയാണ്. ഇപ്പൊ തന്നെ 380. എത്രയാണ്? 380. എത്രയാണ്? 380. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്ക് പറയാനുള്ളത്, പണ്ട് ഞാൻ റേഡിയോയിലെ ആകാശവാണി റേഡിയോ കോഴിക്കോട് നിൽക്കുമ്പോൾ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. വലിയൊരു സംഭവം നടന്നു. ലോകസഭ കൂടി. 480. ഒന്നുകൂടെ 480. PP-ക്ക് തൊട്ട പുറകെ തന്നെയുണ്ട്. അവർ വിട്ടുപിടിക്കുന്നില്ല. അവർ തൊട്ട പുറകെ തന്നെയുണ്ട്. പ്രേക്ഷകരുണ്ട്. അപ്പൊ ആകാശവാണി കോഴിക്കോട് നമ്മളെ എന്താ പറയാ, ഒരു വലിയൊരു ണ്ടല്ലോ ചെങ്ങായ, ഞാനാണ് ഇതിന്റെ കോ പാർട്ണർ. ഇന്റെ അടുത്തേക്ക് വന്ന് കളിച്ചാലേ പോയാർന്ന് ഞാൻ പറയുന്ന കേട്ടോ. സരൂടെ അത് അങ്ങോട്ട് നോക്കി നമ്മുടെ ക്യാമറമാൻ എഡിറ്റർ മനോഹരനല്ല. അവിടെ എന്താണ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ജാഷ്മി അവിടെ നോക്കി. ഇത് നമ്മള് റിപ്പോർട്ട് സ്വന്തമായിട്ടല്ലേ? എടങ്ങളൊക്കെ എന്ത് മാധ്യമപ്രവർത്തകരാണോ? ഞാൻ ഉത്തർപ്രദേശിലേക്ക് നോക്കുന്ന പറഞ്ഞേ. അവിടത്തെ വാരണാസിയും പിന്നെ അവിടെ ഞാൻ പറയാം, ലാബറലി മാറിക്കാൻ അത് മതി. മാറിക്കേ. അപ്പൊ പ്രിയ പ്രേക്ഷകരെ, KKPP മുന്നോട്ട് നിൽക്കുന്നതാണ്. അപ്പൊ ചരിത്രം തിരിക്കും. പ്രിയ പ്രേക്ഷകർ, നമുക്കൊരു വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ രാവിലെ തൊട്ട് തുടങ്ങിയതല്ലേ വെള്ളം ഒന്നും കുടിക്കേണ്ടെന്ന് ചോദിക്കുന്നത്. അതൊരു പോയിന്റ് ആണ്. എന്താ പറഞ്ഞത്? വെള്ളം കുടിക്കേണ്ടത്. ഒരു ബ്രേക്ക് എടുത്തോ. രാവിലെ തുടങ്ങിയതാ, ഒരു തുള്ളി വെള്ളം കുടിച്ചില്ല. മറന്നു നിൽക്കേനി. പ്രൊഡ്യൂസറെ കുറച്ച് പച്ചളിയും കൊണ്ടുവരാൻ ഞാൻ കോ പാർട്ണറാണ്. എവിടെ ചെങ്ങായി കുറച്ച് വെള്ളം താടോ. അവിടെ ഉള്ള പച്ചളം വന്നിട്ടോ. അത് ആ പാർട്ണർ ഇന്നലെ വെള്ളം അടിക്കുമ്പോ തുപ്പിച്ചാണ്. അത് വേണ്ട. മതിരെ കൊണ്ടട കൂട്ടി. മുറുക്കി കോ പാർട്ണറാണ്. കുറച്ച് കുടിക്കില്ല, ഞാൻ കുടിക്കട്ടെ. കുറച്ച് മതി. ഇതെപ്പോഴാ കഴിയാ ഈ പോളിങ് അല്ല ഈ വോട്ടെണ്ണല്? ഈ വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണോ? മറ്റേ തുപ്പിച്ച വെള്ളമാണോ? നീ തുപ്പിച്ച വെള്ളമല്ലോ, എനിക്കിത് മതി. Is he profit? ആക്ഷൻ. മതിയാടോ പരസ്യോ. കണ്ടമാനം പൈസ കൊണ്ട് കിട്ടാണ്ട് കൊറേ ഇട്ട് കൊടുക്കണ്ട. മതി. തുടങ്ങി. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, KKPP ഒരു വലിയ നിലയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. 7, 8, 9 അങ്ങനെ പാർട്ടില്ല. കിട്ടില്ല. അതുകൊണ്ടാണ് അല്ല അപ്പൊ ലോകമെമ്പാടുമുള്ള മലയാള പ്രേക്ഷകരോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്.
ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു പുത്തൻ ഒരു VFX-ന്റെ ഒരു മാതൃകയാണ് ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്നത്. ഇതൊരു VFX-ന്റെ വളരെ പ്രത്യേക ആധുനികമായിട്ടുള്ള VFX-ന്റെ ഒരു ഇതാണ്. ഇന്ത്യയിൽ എവിടെയും ഇല്ല എന്നാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. എന്താ പറയാ, ഇന്ത്യയിൽ എവിടെ ഇല്ല, ഇത് 24 ആണ് ആദ്യമായിട്ട് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്, ഇവിടെ അവതരിപ്പിക്കുന്നത്. അത് നിങ്ങളുടെ മുന്നിലേക്കാണ് ഇടാറ്. വളരെ രസമായിട്ടില്ലേ കാണാൻ അല്ലേ? ബ്രേക്ക് 2 മിനിറ്റ്. അറിയില്ല പൊന്നോ. ഒന്നും കൂടെ ഒരു ഷോർട്ട് ബ്രേക്ക്. ഇപ്പോൾ കിട്ടിയ വാർത്ത, കേരളത്തിലെ 3 മാധ്യമ പ്രവർത്തകർ ഗുരുതരാവസ്ഥയിൽ. 4 5 8 7 5 12 അതിലേക്ക് VFX ആശുപത്രിക്ക് കൊണ്ടുപോകണം.